നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം പുറത്തുള്ള ശത്രുക്കളോടല്ല, മറിച്ച് നിങ്ങളുടെ തലയ്ക്കുള്ളിലെ അടങ്ങാത്ത ആ ശബ്ദത്തോടാണ് എന്ന് പറഞ്ഞാൽ എന്തു തോന്നും? ആത്മീയത, ജ്ഞാനം, സമാധാനം ഇതെല്ലാം നേടാൻ കൂടുതൽ വായിക്കണം, കൂടുതൽ ചിന്തിക്കണം എന്നൊക്കെയാവും നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ആ വിശ്വാസം തന്നെയാവാം നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ബുദ്ധിരാക്ഷസൻ തന്റെ ജീവിതം കൊണ്ട് നമ്മളോട് പറയാൻ ശ്രമിച്ചൊരു രഹസ്യമുണ്ട്. അത് നിങ്ങളുടെ ചിന്താരീതിയെ തന്നെ തകിടം മറിക്കാൻ പോന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്തോറും നമ്മുടെ ടെൻഷൻ കൂടുന്നത്? എന്തുകൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ നോക്കുന്തോറും അത് കൂടുതൽ വഴുതിപ്പോകുന്നത്? ഒരുപക്ഷെ നമ്മൾ പോകുന്ന വഴി തെറ്റാണെങ്കിലോ? ഇദ്ദേഹത്തെ നോക്കൂ. ആദിശങ്കരൻ വെറുമൊരു ഫിലോസഫറല്ല, യുക്തിയുടെ ഒരു ചക്രവർത്തി തന്നെയായിരുന്നു. വാക്കുകൾ കൊണ്ട് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിയ ഒരാൾ. അദ്വൈത വേദാന്തമെന്ന മൂർച്ചയേറിയ വാളുകൊണ്ട് അക്കാലത്തെ എല്ലാ ചിന്തകളെയും അദ്ദേഹം ഖണ്ഡിച്ചു. ഈ കാണുന്ന വൈവിധ്യങ്ങൾക്കെല്ലാം പിന്നിൽ രൂപമില്ലാത്ത, ഗുണങ്ങളില്ലാത്ത, വർണ്ണിക്കാൻ പറ്റാത്ത ഒരൊറ്റ സത്യം ബ്രഹ്മ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വായിച്ചാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. അത്രയ്ക്കും കൃത്യമായ വാക്കുകൾ, ഒരു പഴുതുമില്ലാത്ത വാദങ്ങൾ, സംശയത്തിന്റെ ഒരു തരി പോലും ബാക്കി വയ്ക്കാതെ ബുദ്ധിയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത്. യുക്തിയുടെ അവസാന വാക്കായിരുന്നു അത്. ഇവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ആ വലിയ രഹസ്യത്തിന്റെ തുടക്കം. എല്ലാം ഒന്നാണ്, രൂപമില്ലാത്ത സത്യം മാത്രമേയുള്ളൂ എന്ന് വാദിച്ച അതേ ശങ്കരൻ കൈലാസത്തിൽ ജടയും പാമ്പുമൊക്കെയായിരിക്കുന്ന ശിവന്റെ മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരയുകയാണ്. ഭഗവാന്റെ കാലിൽ വീണ് എന്നെ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ്. ശിവാനന്ദലഹരി എന്ന പേരിൽ 100 ശ്ലോകങ്ങളുള്ള ഒരു പ്രണയകാവ്യം തന്നെ അദ്ദേഹം എഴുതി. എന്തൊരു വൈരുദ്ധ്യമാണിതല്ലേ! ജീവിതം മുഴുവൻ രൂപങ്ങളെയും വ്യക്തിദൈവങ്ങളെയും ഖണ്ഡിക്കാൻ ഉപയോഗിച്ച ആൾ എങ്ങനെയാണ് ഭക്തിയുടെയും പ്രണയത്തിന്റെയും ഈ ലോകത്തേക്ക് വീണുപോയത്? ഇതൊരു പിഴവായിരുന്നോ? അതോ യുക്തി കൊണ്ട് മാത്രമെത്താൻ പറ്റാത്ത ഏതോ ഒരു സത്യത്തിലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നോ ആ കവിതകൾ? നമ്മൾ കാണാതെ പോയ എന്തോന്ന് ആ വരികൾക്കിടയിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഒരു നിമിഷം നമുക്ക് ശങ്കരനെ മറക്കാം, നിങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടാറ്? അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കും, അനലൈസ് ചെയ്യും, അതിൽ നിന്ന് പുറത്തുവരാൻ ലോജിക്കലായ വഴികൾ നോക്കും. പക്ഷേ സത്യസന്ധമായി പറയൂ, എത്ര തവണ ആ ചിന്തകൾ നിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിർത്താതെ സംസാരിക്കുന്ന ഈ മനസ്സിനെ ഒന്ന് നിർത്തിത്തരാമോ എന്ന് തോന്നിയിട്ടില്ലേ? ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് മനസ്സിനോട് പറയുമ്പോൾ അതേ ചിന്ത 1000 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വന്നിട്ടില്ലേ? ഒരുപക്ഷേ ശങ്കരന്റെ ഈ വൈരുദ്ധ്യം അദ്ദേഹത്തിൻ്റേത് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടേതുമാണ്. നമ്മളെ രക്ഷിക്കും എന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ സ്വന്തം ബുദ്ധി, അതുതന്നെയാണോ നമ്മളെ പൂട്ടിയിട്ടിരിക്കുന്ന ജയിൽ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ വിശകലനമല്ല. 1200 വർഷമായി ഫിലോസഫേഴ്സിനിടയിൽ പോലും ഒരു കടങ്കഥയായി നിൽക്കുന്ന ഒരു കാര്യത്തിന്റെ ചുരുളൊഴിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആദിശങ്കരൻ എന്ന മഹാജ്ഞാനി മനുഷ്യ മനസ്സിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയെ എങ്ങനെ നേരിടാം എന്ന് തന്റെ കവിതകളിലൂടെ നിശബ്ദമായി നമ്മളോട് പറയുന്നുണ്ട്. യുക്തിയുടെ വാതിൽ തുറന്നു തന്ന അദ്ദേഹം തന്നെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കാനുള്ളൊരു താക്കോലും നമുക്ക് തന്നിട്ടുണ്ട്. ആ താക്കോൽ കണ്ടെത്താൻ നിങ്ങൾ റെഡിയാണോ? കാരണം അത് നിങ്ങളുടെ മനസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകളെ എന്നേക്കുമായി മാറ്റിമറിച്ചേക്കാം. നമ്മൾ ജീവിക്കുന്നത് ഒരു ഇൻഫർമേഷൻ ഓവർലോഡിലാണ്. ഏത് ചോദ്യത്തിനും ഉത്തരം ഗൂഗിളിലുണ്ട്. ലോകത്തിലെ സകല അറിവും നമ്മുടെ വിരൽത്തുമ്പിലാണ്. എന്നിട്ടും മനുഷ്യചരിത്രത്തിൽ ഇന്നുവരെയില്ലാത്ത അത്രയും സ്ട്രെസ്സും ആൻസൈറ്റിയുമാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്താണിതിൻ്റെ കാരണം? കൂടുതൽ അറിവ് എന്തുകൊണ്ടാണ് കൂടുതൽ സമാധാനം തരാത്തത്? കാരണം ശങ്കരൻ പണ്ടേ തിരിച്ചറിഞ്ഞൊരു സത്യം നമ്മൾ മറന്നുപോയി. തലച്ചോറ് നിറയ്ക്കുന്നത് പോലെയല്ല മനസ്സിനെ ശാന്തമാക്കുന്നത്. അതിനു വേണ്ടത് വിവരങ്ങളല്ല, മറ്റെന്തോ ആണ്. ശങ്കരന്റെ കാലത്തെ മനുഷ്യൻ നേരിട്ട അതേ പ്രശ്നം തന്നെയാണ് നമ്മളിന്ന് നേരിടുന്നത്. ഒരിടത്തും അടങ്ങിയിരിക്കാത്ത, എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന, ഒരു തൃപ്തിയുമില്ലാത്ത ഒരു മനസ്സ്. ശങ്കരൻ തന്റെ മനസ്സിനെക്കുറിച്ച് എഴുതിയ വരികളാണിത്. എന്തൊരു ഞെട്ടിക്കുന്ന ഒരു ഉപമയാണെന്ന് നോക്കൂ. അദ്ദേഹം തന്റെ മനസ്സിനെ ഒരു കുരങ്ങിനോടാണ് ഉപമിക്കുന്നത്. വെറുമൊരു കുരങ്ങനല്ല, മായയാകുന്ന ഒരു വലിയ കാട്ടിൽ ഒരിടത്തും അടങ്ങിയിരിക്കാതെ ആഗ്രഹങ്ങളുടെ ഓരോ മരച്ചില്ലകളിലേക്കും ഭ്രാന്തമായി ചാടിമറിയുന്ന ഒരു കുരങ്ങൻ. ഈ ചിത്രം ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ കാണുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ നിങ്ങളുടെ മനസ്സും ഇങ്ങനെ തന്നെയല്ലേ? ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു ആഗ്രഹത്തിൽ നിന്ന് അടുത്തതിലേക്ക്, ഒരു പേടിയിൽ നിന്ന് വേറൊന്നിലേക്ക്, ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ പായുന്ന ഒരു ഭ്രാന്തൻ കുരങ്ങൻ. ആദിശങ്കരൻ പോലും ഈ കുരങ്ങനെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു. ഇതിനെ ഇന്ന് മോഡേൺ സൈക്കോളജിസ്റ്റുകൾ പോലും മങ്കി മൈൻഡ് എന്ന് വിളിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എല്ലാം ഒരു ബേസിക് അവസ്ഥ. ഇതിനെ എപ്പോഴും വിശപ്പാണ്. പക്ഷേ എന്തിനോടാണ് വിശപ്പെന്ന് അതിന് തന്നെ അറിയില്ല. ഇതിന് ഓടിക്കൊണ്ടേയിരിക്കണം, പക്ഷേ എങ്ങോട്ടാണ് ഓടുന്നതെന്ന് ഒരു പിടിയുമില്ല. ഇതിന് സന്തോഷം വേണം, പക്ഷേ കിട്ടുന്ന ഒന്നിലും അത് തൃപ്തി കണ്ടെത്തുന്നില്ല. ഒന്നിനോടും സ്ഥിരമായ ഒരു താൽപ്പര്യവുമില്ല. ഇന്നലെ ഇഷ്ടപ്പെട്ടത് ഇന്നിഷ്ടമല്ല. ഇന്ന് ശരിയെന്ന് തോന്നുന്നത് നാളെ തെറ്റായി തോന്നും. ശങ്കരൻ തന്റെ ജ്ഞാനം കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി. ആത്മീയപാതയിലെ ഏറ്റവും വലിയ തടസ്സം
പുറത്തുള്ള ദൈവങ്ങളോ പിശാചുകളോ ഒന്നുമല്ല, നമ്മുടെ ഉള്ളിലിരുന്ന് ബഹളം വെക്കുന്ന ഈ കുരങ്ങനാണ്. ഇവിടെയാണ് നമ്മളെല്ലാവരും പരാജയപ്പെടുന്നത്. നമ്മളെന്താ ചെയ്യാറ്? നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ ലോജിക് കൊണ്ട് ഈ കുരങ്ങിനോട് സംസാരിക്കാൻ ശ്രമിക്കും. അരുത്, അങ്ങനെ ചിന്തിക്കരുത്, ശാന്തനാകൂ, പേടിക്കേണ്ട, ഇത് ശരിയല്ല എന്നൊക്കെ ബുദ്ധി കൊണ്ട് നമ്മൾ അതിനോട് വാദിക്കും. പക്ഷേ ഒരു കുരങ്ങിന് ലോജിക്കിന്റെ ഭാഷ മനസ്സിലാവുമോ? നിങ്ങളതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്തോറും അത് കൂടുതൽ വയലന്റ് ആവുകയുള്ളൂ. നിങ്ങളതിനെ അടക്കാൻ ശ്രമിക്കുന്തോറും അത് കൂടുതൽ ഒച്ചവെക്കും. അപ്പോൾ യുക്തിയല്ല ഇതിന്റെ വഴിയെങ്കിൽ പിന്നെന്താണ് വഴി? എങ്ങനെയാണ് ഈ ഭ്രാന്തൻ കുരങ്ങിനെ ഒന്ന് അടക്കിയിരുത്തുക? ഇവിടെയാണ് ശങ്കരൻ എന്ന ജീനിയസിന്റെ ബ്രില്യൻസ് നമ്മൾ കാണുന്നത്. അദ്ദേഹം നമുക്ക് ഒരേ സമയം 2 ടൂൾസ് തന്നു. ഒന്ന്, ഒരു മാപ്പ് പോലെയാണ് അദ്ദേഹത്തിന്റെ അദ്വൈത വേദാന്ത ഗ്രന്ഥങ്ങൾ. അത് ലക്ഷ്യം എവിടെയാണെന്നും അവിടേക്കുള്ള വഴി എങ്ങനെയാണെന്നും കൃത്യമായി വരച്ചു കാണിക്കുന്നു. അത് നമ്മുടെ ബുദ്ധിക്കുള്ളതാണ്. പക്ഷേ ഒരു യാത്ര പോകാൻ മാപ്പ് മാത്രം കയ്യിലുണ്ടെങ്കിൽ മതിയോ? വണ്ടിയിൽ ഇന്ധനം വേണ്ടേ? ആ ഇന്ധനമാണ് അദ്ദേഹത്തിന്റെ ശിവാനന്ദ ലഹരി പോലുള്ള ഭക്തികാവ്യങ്ങൾ. അത് നമ്മുടെ ഹൃദയത്തിനുള്ളതാണ്. ബുദ്ധിക്ക് വഴി കാണിക്കാൻ മാപ്പ്, യാത്ര ചെയ്യാൻ ഹൃദയത്തിന് ഇന്ധനം. ഇവ രണ്ടും രണ്ടല്ല, ഒന്ന് മറ്റേതിനെ പൂർണ്ണമാക്കുന്നതാണ്. ഇതാണ് ശങ്കരന്റെ ഏറ്റവും വിപ്ലവകരമായ സൈക്കോളജിക്കൽ ഹാക്ക്. ആ കുരങ്ങിനെ അടിക്കാൻ പോകരുത്, അതിനോട് ഫൈറ്റ് ചെയ്യരുത്, അതിനെ ചങ്ങലക്കിടാൻ നോക്കരുത്. പകരം അതിന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന, അതിന്റെ എല്ലാ ചാബല്യങ്ങളെയും മറികടക്കുന്ന, അതിലും മനോഹരമായ മറ്റെന്തെങ്കിലും അതിന് കൊടുക്കുക. ആഗ്രഹങ്ങളുടെ ചെറിയ ചെറിയ പഴങ്ങൾ പെറുക്കി നടക്കുന്ന ആ കുരങ്ങന്റെ മുന്നിലേക്ക് അതിനേക്കാൾ ആകർഷകമായ, വളരെ വലുതായ, അതിമധുരമുള്ള ഒന്ന് വെച്ചുകൊടുത്താൽ എന്ത് സംഭവിക്കും? ഒരു നിമിഷം അത് സ്തബ്ധനായി പോകും. മറ്റെല്ലാ ചെറിയ പഴങ്ങളും ഉപേക്ഷിച്ച് അത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. മനസ്സിനെ കീഴടക്കേണ്ടത് ശക്തി കൊണ്ടല്ല, സൗന്ദര്യം കൊണ്ടാണ്. അങ്ങനെ ശങ്കരൻ ആ കുരങ്ങൻ മനസ്സിനായി ഒരു സൂപ്പർ ബനാന കൊടുത്തു. അതാണ് ഭഗവാൻ ശിവന്റെ അതിമനോഹരമായ രൂപം. ഇതൊരു വെറും ആരാധനാമൂർത്തിയല്ല, ഇതൊരു ഹൈലി അഡ്വാൻസ്ഡ് സൈക്കോളജിക്കൽ ടൂളാണ്. ചിതറിത്തെറിച്ചു പോകുന്ന മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു നങ്കൂരം, ഒരു ആങ്കർ. അനന്തവും രൂപമില്ലാത്തതുമായ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണ മനസ്സ് ചിതറിപ്പോകും. അതിനൊരു രൂപം വേണം, ഒരിടം വേണം. മഞ്ഞുമൂടിയ കൈലാസത്തിൽ ശാന്തനായി ധ്യാനത്തിലിരിക്കുന്ന ഒരു രൂപത്തെ സങ്കൽപ്പിക്കാൻ മനസ്സിന് എളുപ്പമാണ്. അതൊരു ആകർഷണ കേന്ദ്രമാണ്. ആ കുരങ്ങന്റെ ശ്രദ്ധയെ പിടിച്ചു നിർത്തുന്ന സൗന്ദര്യമാണത്. ഇവിടെയാണ് ഭക്തി എന്ന വാക്കിന് നമ്മൾ പുതിയൊരു അർത്ഥം കൊടുക്കാൻ പോകുന്നത്. ഭക്തി എന്നത് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതോ അമ്പലത്തിൽ പോകുന്നതോ മാത്രമല്ല. ശങ്കരന്റെ കാഴ്ചപ്പാടിൽ അതൊരു ടെക്നോളജിയാണ്. നിങ്ങളുടെ കുരങ്ങൻ മനസ്സിനെ പരിശീലിപ്പിക്കാനുള്ള ഒരു ട്രെയിനിങ് മെത്തേഡ്. നിങ്ങളുടെ ചിതറിയ എനർജിയെ ഒരൊറ്റ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ്. അത് ലോജിക്കിനെ ഒഴിവാക്കുകയല്ല, മറിച്ച് ലോജിക്കിനെ പ്രവർത്തിക്കാൻ പറ്റിയ ശാന്തമായ ഒരു മനസ്സുണ്ടാക്കാനുള്ള വഴിയാണ്. അതൊരു വികാരമാണ്, സ്നേഹമാണ്. ആ സ്നേഹത്തിന് മുന്നിൽ കുരങ്ങൻ മനസ്സ് കീഴടങ്ങും. ശിവാനന്ദലഹരിയിൽ ശങ്കരൻ തന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഒന്നാമതായി, ഭക്തി ഒരു അമ്മയെപ്പോലെയാണ്. നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ 100,000 ചിന്തകൾ നമ്മളെ ആക്രമിക്കാൻ വരും. അപ്പോൾ ഭക്തി എന്ന അമ്മ നമ്മളെ തന്റെ മടിയിൽ കിടത്തി സംരക്ഷിക്കും. രണ്ടാമതായി, നമ്മുടെ ഹൃദയം ഒരു പൂന്തോട്ടം പോലെയാണ്. ധ്യാനമെന്നത് ആ പൂന്തോട്ടത്തിലെ വസന്തകാലമാണ്. ആ വസന്തം വരുമ്പോഴാണ് അറിവാകുന്ന പൂവ് തനിയെ വിരിയുന്നത്. അല്ലാതെ ഇതൾ പിടിച്ച് വലിച്ചാൽ പൂവ് വിരിയില്ലല്ലോ. മൂന്നാമതായി, മനസ്സ് ഒരു മൃഗമാണ്. അതിനെ വടികൊണ്ട് അടിച്ചു മെരിക്കാൻ പറ്റില്ല. സ്നേഹവും സൗന്ദര്യവും കൊണ്ട് ആകർഷിച്ചു മെരുക്കളെ സാധിക്കൂ. ശിവന്റെ രൂപം ആ സൗന്ദര്യമാണ് നൽകുന്നത്. ഈ താമരപ്പൂവ് പോലെ ശരിയായ പരിചരണം കിട്ടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ജ്ഞാനവും ആനന്ദവും സ്വാഭാവികമായി വിടർന്നുവരും. അതിനെ നിർബന്ധിച്ച് വിടർത്താൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. അതിനു വേണ്ട മണ്ണ്, വെള്ളം, സൂര്യപ്രകാശമൊക്കെ ഒരുക്കുകയാണ് വേണ്ടത്. ഭക്തി ആ സാഹചര്യമാണ് ഒരുക്കുന്നത്. അത് മനസ്സിനെ ശാന്തമാക്കുന്നു, ഏകാഗ്രമാക്കുന്നു, സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു. അങ്ങനെ പാകപ്പെട്ട ഒരു മനസ്സിൽ മാത്രമേ ജ്ഞാനത്തിന്റെ വിത്ത് വീണാൽ മുളയ്ക്കും. അല്ലാത്ത നിലത്ത് എത്ര വലിയ വിത്ത് കൊണ്ടിട്ടാലും അത് നശിച്ചുപോകും. അപ്പോ ഭക്തി യുക്തിയെ ഇല്ലാതാക്കുകയല്ല, യുക്തിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സ്റ്റേജ് ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ മുഴുവൻ വിശകലനത്തിന്റെയും കാതൽ. ഇതാണ് ശങ്കരൻ ഒളിപ്പിച്ചുവെച്ച ഏറ്റവും വലിയ രഹസ്യം. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഒരു ലിമിറ്റുണ്ട്. അതിന് കാര്യങ്ങളെ വിശകലനം ചെയ്യാം, മനസ്സിലാക്കാം, തരംതിരിക്കാം, ഒരു നിഗമനത്തിലെത്താം. പക്ഷേ അതിനപ്പുറത്തേക്ക്, അനുഭവങ്ങളുടെ ലോകത്തേക്ക്, അനന്തതയിലേക്ക് ഒരു ചാട്ടം ചാടാൻ അതിന് സാധിക്കില്ല. യുക്തിക്ക് ഒരു മലയുടെ വക്കുവരെ നിങ്ങളെ എത്തിക്കാനാകും, പക്ഷേ അപ്പുറത്തേക്ക് ചാടാൻ അതിന് ധൈര്യമില്ല. ആ ചാട്ടം നടത്തേണ്ടത് ഹൃദയമാണ്. സ്നേഹത്തിന്, വിശ്വാസത്തിന്, പൂർണ്ണമായ സമർപ്പണത്തിന് ആ ചാട്ടം സാധ്യമാണ്. അപ്പോൾ ശങ്കരന്റെ രഹസ്യം ഇതായിരുന്നു. ജ്ഞാനവും ഭക്തിയും രണ്ടല്ല, ഒരേ യാത്രയുടെ 2 ചിറകുകളാണ്. ജ്ഞാനം ലക്ഷ്യമെന്താണെന്ന് പറയുന്നു, ഭക്തി അവിടേക്ക് പറക്കാനുള്ള എനർജി തരുന്നു. യുക്തി എന്ന മാപ്പ് വഴി കാണിച്ചു തരും,
ഭക്തിയെന്ന ഇന്ധനം വണ്ടി മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൽ ഒന്നു മാത്രമായി യാത്ര പൂർത്തിയാവില്ല. ഹൃദയമില്ലാത്ത ജ്ഞാനം വരണ്ടതും അഹങ്കാരം നിറഞ്ഞതുമായി മാറും. താനാണ് എല്ലാം അറിഞ്ഞവൻ എന്ന ഭാവം വരും. ബുദ്ധിയില്ലാത്ത ഭക്തി അന്ധമായ വിശ്വാസമായും അനാചാരങ്ങളായും മാറും. എന്നാൽ രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു സാധകൻ പൂർണ്ണനാകുന്നത്. ഇപ്പോൾ നമ്മൾ ആ വലിയ തെറ്റിദ്ധാരണ തിരുത്താൻ പോകുകയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ശിവൻ, കൈലാസം, ഭക്തി, ആരാധന, ഇതിൻ്റെയൊന്നും യഥാർത്ഥ ലക്ഷ്യം നമ്മളിൽ നിന്ന് വേറിട്ട് പുറത്തെവിടെയോ ആകാശത്തിലിരിക്കുന്ന ഒരു താടിക്കാരനെ ദൈവത്തെ പ്രീതിപ്പെടുത്തലായിരുന്നില്ല. അത് ശങ്കരൻ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഉപയോഗിച്ച സിംബലുകളായിരുന്നു. ആ സിംബലുകൾക്കുള്ളിൽ അദ്ദേഹം ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ചു വെച്ചു. ആ താക്കോൽ ഉപയോഗിച്ച് തുറക്കുമ്പോൾ ഈ കവിതകൾക്ക് മുഴുവൻ പുതിയൊരർത്ഥം വരും. അതെല്ലാം യഥാർത്ഥത്തിൽ ഒരു ആന്തരിക യാത്രയുടെ മാപ്പായിരുന്നു. യഥാർത്ഥത്തിൽ കൈലാസമെന്നത് പുറത്തുള്ളൊരു പർവ്വതമല്ല, നിങ്ങളുടെ ഉള്ളിലെ എപ്പോഴും ശാന്തമായ, നിശബ്ദമായ ആ സ്പേസാണ്. അതിനെ കണ്ടെത്തലാണ് തീർത്ഥാടനം. ശിവനെന്നത് പുറത്തുള്ളൊരു ദൈവമല്ല, നിങ്ങളുടെ തന്നെ ഏറ്റവും ശുദ്ധവും ഉയർന്നതുമായ ബോധമാണ്, പ്യുവർ കോൺഷ്യസ്നസ്. ആരാധനയെന്നത് പുറമേ ചെയ്യുന്നൊരു കർമ്മമല്ല, മറിച്ച് നിങ്ങളുടെ അലഞ്ഞുതിരിയുന്ന കുരങ്ങൻ മനസ്സിനെ സ്നേഹമെന്ന കയറുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഉയർന്ന ബോധത്തിലേക്ക് നങ്കൂരമിടുന്ന പ്രക്രിയയാണ്. ആ സൗന്ദര്യത്തിൽ മനസ്സിനെ ലയിപ്പിക്കുന്ന കലയാണ്. ഈ ആന്തരികമായ ആരാധന, ഈ ആന്തരികമായ സമർപ്പണം സംഭവിക്കുമ്പോൾ ആ കുരങ്ങൻ മനസ്സിന് അതിൻ്റെ യഥാർത്ഥ യജമാനനെ കിട്ടുന്നു. അതിൻ്റെ അന്വേഷണം തീരുന്നു. അത് ആഗ്രഹങ്ങളുടെ ചില്ലകളിൽ നിന്ന് ചാടുന്നത് നിർത്തുന്നു. അത് ശാന്തമാകുന്നു. ആ നിശബ്ദതയിൽ നിങ്ങൾ അദ്വൈതത്തെക്കുറിച്ച് വായിക്കുകയോ തർക്കിക്കുകയോ അല്ല ചെയ്യുന്നത്. നിങ്ങൾ ആ ഏകത്വം അനുഭവിക്കുകയാണ്. നിങ്ങൾ സത്യം അറിയുകയല്ല, നിങ്ങൾ സത്യം ആയിത്തീരുകയാണ്. അറിവ് അനുഭവമായി മാറുന്ന ആ മാന്ത്രിക നിമിഷം, ബുദ്ധിക്കതീതമായ ആ അനുഭവം. ഇനി നിങ്ങൾ കൈലാസത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, ശിവനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ മാറും. അതൊരു പുറത്തേക്കുള്ള യാത്രയുടെ കഥയല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലേക്കുള്ളൊരു യാത്രയുടെ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ മനസ്സിനോടുള്ള നിങ്ങളുടെ സമീപനം തന്നെ മാറും. അതൊരു ശത്രുവല്ല, മെരുക്കേണ്ട ഒരു മൃഗമല്ല, മറിച്ച് സ്നേഹത്തോടെ ശരിയായ ദിശ കാണിച്ചു കൊടുക്കേണ്ട ഒരു കുട്ടിയാണ് നിങ്ങൾ മനസ്സിലാക്കും. അതിനോട് യുദ്ധം ചെയ്യുന്നതിനു പകരം അതിനേറ്റവും മനോഹരമായൊരു കളിപ്പാട്ടം നൽകി അതിനെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ പഠിക്കും. ഈ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഒന്നാമതായി, നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ശത്രുവല്ല, അതിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. രണ്ടാമതായി, നിങ്ങളുടെ യുക്തിയും വികാരവും പരസ്പരം പോരടിക്കേണ്ടവയല്ല, ഒരുമിച്ച് നൃത്തം ചെയ്യേണ്ടവയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. മൂന്നാമതായി, ആത്മീയതയെന്നാൽ വികാരങ്ങളെ അടക്കിവെച്ച് ഒരു മരവിച്ച മനുഷ്യനാകലല്ല, മറിച്ച് എല്ലാ വികാരങ്ങളെയും അനുഭവിച്ച് അവയെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിട്ട് ഒരു ഫുള്ളി ഫങ്ഷണൽ മനുഷ്യനാകലാണെന്ന് നിങ്ങൾ പഠിക്കും. അവസാനം, ആദിശങ്കരനെ എക്കാലത്തെയും മഹാനാക്കുന്നത് അദ്ദേഹത്തിന്റെ അതുല്യമായ ബുദ്ധിയോ തർക്കശാസ്ത്രമോ മാത്രമല്ല, സാധാരണ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള സഹാനുഭൂതിയാണ്. സാധാരണക്കാരന്റെ മനസ്സ് എത്രമാത്രം ദുർബലവും ചഞ്ചലവുമാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ നിന്നുകൊണ്ട് എല്ലാം ബ്രഹ്മമാണ് എന്ന് പ്രഖ്യാപിച്ച അതേ ശ്വാസത്തിൽ താഴെ നിൽക്കുന്ന സാധാരണക്കാരന് പിടിച്ചുകയറാനായി ഭക്തിയുടെ ഒരു സ്നേഹക്കയർ അദ്ദേഹം താഴേക്കിട്ടുകൊടുത്തത്. അദ്ദേഹം ചെയ്തത് ഇത്രമാത്രമാണ്. തന്റെ അടങ്ങാത്ത, ചാഞ്ചാടുന്ന മനസ്സിന് ആകർഷകമായ ഒരു ലക്ഷ്യം കൊടുത്തു. അതിനെ ഒരു യജമാനന് പൂർണ്ണമായി സമർപ്പിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു യജമാനന്റെ കീഴിൽ വന്നപ്പോൾ ആ കുരങ്ങൻ ആദ്യമായി യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ചു. കാരണം അത് ആഗ്രഹങ്ങളുടെയും ഭയങ്ങളുടെയും അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായിരുന്നു. ആദിശങ്കരൻ അദ്ദേഹത്തിന്റെ വഴി കണ്ടെത്തി. ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ കുരങ്ങൻ മനസ്സ് ഇപ്പോൾ ആരുടെ കൽപ്പനകളാണ് അനുസരിക്കുന്നത്? നിങ്ങളുടെ അടങ്ങാത്ത ആഗ്രഹങ്ങളുടെയോ, നിങ്ങളുടെ ആഴത്തിലുള്ള ഭയങ്ങളുടെയോ, അതോ സമൂഹത്തിന്റെ അഭിപ്രായങ്ങളുടെയോ? അതിനൊരു യജമാനനെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിലെ കൈലാസത്തിലേക്ക് അതിനെ നയിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ചോദ്യത്തിന് ഉത്തരം പുറത്തെവിടെയും അന്വേഷിക്കേണ്ട. ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്.